സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ 71ാമത്തെ നറുക്കെടുപ്പാണ്. ഈ നറുക്കെടുപ്പിൽ വന്നിട്ടുള്ളവരുടെ പേര് ഞാൻ ആദ്യം വായിക്കാം. ദിൽഷാദ് തലശ്ശേരി, അബ്ദുൽ ജലാൽ, അസീസ് തൃശൂർ, മുനീർ AP, സുലൈമാൻ ആനക്കര, ഹന്നത്ത് VA, യാസീൻ PA, ഫാത്തിമ സഹല, അനീഷ് AA, നബീൽ കോതമംഗലം, നൗഫ് കൊണ്ടോട്ടി. പിന്നെ ഒരാൾ വന്നിട്ടില്ല, അപ്പൊ അതിന് പകരം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന റുമാനയുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. ഈ മുത്തുകളും രത്നങ്ങളും ഒക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. എനിക്കിത് മുത്തുകളിലൊന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരാൾ എനിക്ക് 10 മുത്തുകൾ തന്നതിൽ നിന്നാണ് ഇത്രയും മുത്തുകൾ എനിക്ക് ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം അനുഭവപ്രകാരം മുത്തുകളും രത്നങ്ങളും ഒരു ഭാഗ്യം തന്നെയാണ്. അത് ആർക്കൊക്കെ ഇതിപ്പോ ഇത്രയും മുത്തുകൾ വന്നിട്ടുണ്ട്. ഇതാണ് സീപ്പേള് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണ്. അതിന്റെ മദർ പേളാണ് ഇതിൽ നിന്നാണ് അത് കിട്ടുക. ഇതിലിപ്പോ 2-3 മുത്തുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുറച്ച് തിളക്കമുള്ള ഫ്രഷ് വാട്ടർ പേളാണ്. ഇതിന് 250 രൂപയാണ് ക്യാരറ്റിന്. ഇത് 200 രൂപ ക്യാരറ്റിന് വരുന്നതാണ്. പിന്നെ ഇത് ഇപ്പൊ കുറച്ച് അധികം മുത്തുമാലകൾ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. അതിന് 1 ഗ്രാമിന് 200 രൂപയുള്ളൂ. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 ക്യാരറ്റ് ആണ് 1 ഗ്രാം. അപ്പൊ ഇതില് ഇങ്ങനെ കാണാം, ഇതിലിപ്പോ കാണുന്നത് ക്യാരറ്റ് ആണ്. ഇതിപ്പോ നമ്മൾ വെച്ച് കഴിഞ്ഞാല് 4 ക്യാരറ്റ് ആണ്. ഇതില് 800 രൂപയാണ് ഇതിന്റെ വില. അതേപോലെ 4 എണ്ണം കിട്ടും ഇത് വാങ്ങുമ്പോൾ. അതായത് ഗ്രാമിനാണ് ഇത് 200 രൂപ, ഇത് ക്യാരറ്റിനാണ് 200 രൂപ. അപ്പൊ നിങ്ങൾക്ക് മുത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞത് വളരെ പാവപ്പെട്ട ആളുകൾക്ക് കൂടി ലഭിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. അപ്പൊ ഇതില് ഇത്രയും പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒക്കെ 90 രൂപയാണ് തന്നിട്ടുള്ളത്. ആർക്ക് കിട്ടിയാലും കൊടുക്കാം. ഇത് 10 പ്രാവശ്യം 11 പ്രാവശ്യം വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് നറുക്ക് എടുത്തതിന് ശേഷം ഇതിലെല്ലാ നമ്പറുകൾ ഉണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ആദ്യം നമുക്ക് നറുക്കെടുക്കാം. നറുക്കെടുപ്പ് ആദ്യം നടക്കട്ടെ, ആർക്കാ കിട്ടുന്നത് നോക്കാം. ഒരെണ്ണം എടുത്തു. നമ്പർ 9 അടിയിൽ വരട്ടിരിക്കുന്നത്. നമ്പർ 9 അനീഷ് ആദ്യത്തെ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. 11 പ്രാവശ്യം വന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ കവച്ച് വെട്ടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം വന്ന അനീഷിനാണ് കിട്ടിയത്. ഇനി ബാക്കിയുള്ള നമ്പറുകളും വേണമെങ്കിൽ നോക്കാം. ഇനി എല്ലാം 9 തന്നെ എഴുതിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. 3, അതുപോലെ 5, 4, 10 എല്ലാവരും നമ്പറും എഴുതിയിട്ടിട്ടുണ്ട്. ഇനി ഇടാതെ വെറും അനീഷിന് മാത്രം 9 മാത്രം. 6ന് അടിഭാഗത്തായിരിക്കും വരാം. 7 എല്ലാം തുറക്കണമെന്നില്ല, എന്നാലും തുറക്കുന്ന കാണിച്ചു തരാം. 8, 2, 1 എല്ലാവരും നമ്പറും ഇട്ടിട്ടുണ്ട്. ഇന്ന് കിട്ടിയത് ഒരു മഹാഭാഗ്യവാൻ തന്നെയാണ്, അനീഷ് AA 11. ശരിക്ക് ഈ ആൾക്കാണ് കിട്ടേണ്ടത്. സുലൈമാൻ ആനക്കരയ്ക്കാണ് കിട്ടേണ്ടത്. 11 പ്രാവശ്യം വന്നു. എന്തായാലും അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം ഒരു മുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ ഫ്രീ അല്ല, അദ്ദേഹം 11-12 പ്രാവശ്യം വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു മുത്ത് കിട്ടും. ഇപ്പൊ നമ്മുടെ 71ാമത്തെ നറുക്കെടുപ്പാണ് കഴിഞ്ഞത്. ഇനി അടുത്ത 72ാമത്തെ നറുക്കെടുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. നമ്മളിപ്പോ ഒരുപാട് വൈകി ഈ പ്രാവശ്യം. ഈ അവസാനത്തെ ആള് വരാൻ 2-3 ആള് വരാൻ വൈകിയതാണ്. പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കുറെ പേര് ഇപ്പൊ വരാതെ ആയിട്ടുണ്ട്, കാരണം നമ്മൾ വളരെ വൈകിയതുകൊണ്ട്. അപ്പോൾ 72ാമത്തെ നറുക്കെടുപ്പിൽ ഈ നമ്മുടെ സുലൈമാൻ ആനക്കര 12 പ്രാവശ്യം വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അന്ന് ഉണ്ടാവും. അന്ന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ 2 മുത്ത് അദ്ദേഹത്തിന് കിട്ടും. അതല്ലെങ്കിൽ 1 മുത്ത് അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന്റെ ആ മുത്തിന്റെ പൈസ ആണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ ഈ കിട്ടിയവര് ആദ്യം കിട്ടിയവർക്കൊക്കെ അതൊരു നല്ലൊരു ഭാഗ്യം തന്നെയാണ്. അവർക്കത് ഉപകാരപ്പെട്ടത്. ഈ അവസാനം കിട്ടുന്ന ആൾക്കും അത് അതിഭാഗ്യവാനാണ്. കാരണം 11 പേർക്ക് ഭാഗ്യമുത്ത് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇവരെക്കാളൊക്കെ കൂടുതൽ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് 72ാമത്തെ മത്സരം, അതല്ലെങ്കിൽ 72ാമത്തെ നറുക്കെടുപ്പിലേക്ക് പോകാം.